ശ്രീ സനോ പാലയോടിൻ്റെ കവിത വിരുന്നുകാരില്ലാത്ത വീട്. ആലാപനം ജോണി മാസ്റ്റർ. വാർദ്ധക്യമേറിയൊരമ്മയും ഞാനും വീട്ടിൽ തനിച്ചായിരിക്കുമെന്നും. വാർദ്ധക്യമേറിയൊരമ്മയും ഞാനും വീട്ടിൽ തനിച്ചായിരിക്കുമെന്നും. ആശ്വാസമോദി അടുത്തിരിക്കാനായി അയൽക്കാരു പോലും വരാതെയായി. ആശ്വാസമോദി അടുത്തിരിക്കാനായി അയൽക്കാരു പോലും വരാതെയായി. അകലങ്ങളിൽ തൻ ഭർതൃവീട്ടിൽ നിന്നും മക്കളെന്നെങ്കിലും വിരുന്നു വരാൻ. അകലങ്ങളിൽ തൻ ഭർതൃവീട്ടിൽ നിന്നും മക്കളെന്നെങ്കിലും വിരുന്നു വരാൻ കൊതിയോടെ ഉമ്മറക്കസേരയിലിരുന്നമ്മ ദൂരേക്കു നോക്കിയിരിക്കുമെന്നും. അകലങ്ങളിൽ തൻ ഭർതൃവീട്ടിൽ നിന്നും മക്കളെന്നെങ്കിലും വിരുന്നു വരാൻ കൊതിയോടെ ഉമ്മറക്കസേരയിലിരുന്നമ്മ ദൂരേക്കു നോക്കിയിരിക്കുമെന്നും. തിരക്കായിരിക്കും വീട്ടിൽ, തിരക്കായിരിക്കും വീട്ടിൽ, എത്രയേറെ പണികളുണ്ടാകും ചെയ്തു തീർക്കാൻ. മക്കളെ നോക്കുവാൻ മാത്രമായി വേണം 4 കൈകളും കണ്ണുകളും. മക്കളെ നോക്കുവാൻ മാത്രമായി വേണം 4 കൈകളും കണ്ണുകളും. എന്തെങ്കിലും ഒന്നുരിയാടുവാൻ, എന്തെങ്കിലും ഒന്നുരിയാടുവാൻ ഏറെ കൊതിച്ചിരുന്നെന്നുമമ്മ. വെറുതെ ദൈവത്തോടെന്ന പോലെ ഉറക്കെ പരിഭവം പറയുമമ്മ. എന്തെങ്കിലും ഒന്നുരിയാടുവാൻ ഏറെ കൊതിച്ചിരുന്നെന്നുമമ്മ. വെറുതെ ദൈവത്തോടെന്ന പോലെ ഉറക്കെ പരിഭവം പറയുമമ്മ. ദൂരത്തു നോക്കി നോക്കി നിന്നേറെ നാൾ, ദൂരത്തു നോക്കി നോക്കി നിന്നേറെ നാൾ കണ്ണിലായി ഒരു പാട വന്ന പോലെ. ദൂരെയായി ഉള്ളൊരു കാഴ്ചയോ കാണുവാൻ ഏറെ പ്രയാസമനുഭവിക്കേ. ദൂരെയായുള്ളൊരു കാഴ്ചയോ കാണുവാൻ ഏറെ പ്രയാസമനുഭവിക്കേ. ചുറ്റുമായി കൂജന ശബ്ദം നിലച്ചതും, ചുറ്റുമായി കൂജന ശബ്ദം നിലച്ചതും അന്ധകാരത്തിനകമ്പടിയും ഒത്തുചേർന്നേറെ കഷ്ടത നൽകുമീ വാർദ്ധക്യം പുൽക്കാത്ത മനുഷ്യരുണ്ടോ. അന്ധകാരം ഉള്ളിൽ പടർന്നൊരു വേളയിൽ, അന്ധകാരം ഉള്ളിൽ പടർന്നൊരു വേളയിൽ ആശിച്ച മുഖങ്ങളെ കാണുവാനായി പ്രതീക്ഷയോടെന്നും നോക്കിയിരുന്ന നാൾ. ആശിച്ച മുഖങ്ങളെ കാണുവാനായി പ്രതീക്ഷയോടെന്നും നോക്കിയിരുന്ന നാൾ ഓർക്കുമ്പോൾ കണ്ണുനീർ ധാരയാകും. ജാലകവാതിൽ അടഞ്ഞ പോലെ, ജാലകവാതിൽ അടഞ്ഞ പോലെ അന്ധകാരം വന്നു നിറഞ്ഞു നീളെ. പറയാതെ പരിഭവം ചൊല്ലിത്തളർന്നതും, പറയാതെ പരിഭവം ചൊല്ലി
തളർന്നതും ആ നിസ്സംഗതയുമറിയുന്നു ഞാൻ. ആ നിസ്സംഗതയും അറിയുന്നു ഞാൻ.